നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ പൊതുസമ്മേളനമായി വിശേഷിപ്പിക്കപ്പെട്ട കൊല്ലം പീരങ്കി മൈതാനിയിലെ പൊതുസമ്മേളനത്തിൽ BJP നേതാക്കളെ അഭിസംബോധന ചെയ്തപ്പോൾ മുതൽ വലിയ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കേരളം ആ നീക്കത്തെ ഉറ്റുനോക്കുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമോ, സൂപ്പർ സ്റ്റാറുകൾ മത്സരിക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഗൗരവമായി നടക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി വീണ്ടും കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നരേന്ദ്രമോദി ഇനിയും വരും കേരളത്തിലേക്ക്, 2-ൽ 1 അറിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. പിണറായിക്ക് കൂവലും മോദിക്ക് കയ്യടിയുമാണ് വരാനിരിക്കുന്ന കേരളം സമ്മാനിക്കാൻ പോകുന്നതെന്നതിന്റെ ട്രെയിലറാണ് കൊല്ലത്ത് കണ്ടതെന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞത്. പുതിയ അസ്ത്രങ്ങളുമായി നരേന്ദ്രമോദി ഇനിയും കേരളത്തിലേക്ക് വരുമെന്നും 2-ൽ 1 അറിഞ്ഞിട്ടേ ബാക്കിയുള്ളൂവെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നരേന്ദ്രമോദിജിയുടെ ആദ്യ കേരള സന്ദർശനം തന്നെ എതിരാളികളെ തീർത്തും പരിഭ്രാന്തരാക്കിയിരിക്കുന്നു എന്നാണ് ഇടത് വലത് നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണിക്കുന്നതെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. കൊല്ലത്ത് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം 2 കൂട്ടരെയും അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ഇടത് സർക്കാരിന്റെ ഹീനവും ലജ്ജാകരവുമായ നിലപാടിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും തുറന്നു കാണിച്ചു. ശബരിമല സംരക്ഷിക്കാൻ വിശ്വാസികളോടൊപ്പം ആത്മാർത്ഥമായി നിന്നത് BJP മാത്രമാണെന്നും അതിനായി പ്രവർത്തകർ നടത്തിയ ത്യാഗോജനമായ സമരങ്ങൾ ഉദാഹരണമാണെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചതും സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവർത്തിക്കുന്നു. മേലനങ്ങാതെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള കോൺഗ്രസിന്റെ കാഞ്ഞ ബുദ്ധി ഇനി നടക്കില്ല എന്നു തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ പച്ച മലയാളം. ലിംഗനീതിയുടെ കാര്യത്തിൽ ഇടത് വലത് കാപട്യം മുത്തലാഖ് വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം തുറന്നടിച്ചു. മുന്നോക്ക സംവരണ വിഷയത്തിലും ലീഗിനെയും CPM-ന്റെയും മുന്നിൽ നിർത്തി ഇരു മുന്നണികളെയും നടത്തുന്ന കള്ളക്കളി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സന്ദർശനത്തിനായി. അഴിമതി, വർഗീയ പ്രീണനം, വികസന വിരുദ്ധത, ഇത് മൂന്നും മുഖമുദ്രയാക്കിയ ഇരു മുന്നണികളെ കൊണ്ടും ജനങ്ങളെ അണിനിരത്തി കണക്ക് പറയിക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ സാരമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ പൂർണ്ണമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതായത് നരേന്ദ്രമോദിയുടെ ആദ്യ വരവ് കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അദ്ദേഹം ഇനിയും ഇവിടെ വരും, 2 മുന്നണികളെയും ഒരു പാഠം പഠിപ്പിക്കും, BJP-യുടെ കൊടി കേരളത്തിൽ പാറിക്കും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് നരേന്ദ്രമോദി നൽകിയത്. അതുതന്നെയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശക്തമായി ഉന്നയിച്ചിരിക്കുന്നതും. ശബരിമല വിഷയത്തിൽ തുടക്കം മുതൽ BJP സ്വീകരിച്ച നിലപാട്, വിശ്വാസികളെയും അയ്യപ്പ കർമ്മസമിതിയടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നിലപാടുകൾ, ഇതെല്ലാം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുണയാകും, BJP-ക്ക് തുണയാകും എന്നതിന്റെ സൂചനകളാണ് BJP നേതാവ് സുരേന്ദ്രൻ പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം.